സുമേഷ്, ഇത് പണ്ടത്തെ സ്കീം പോലെയല്ല. കേൾക്ക്, സുമേഷിന് എൻ്റെ കെണി ചെയിനിൽ കയറുകയാണെങ്കിൽ സുമേഷിന് എൻ്റെ ഇടത്തെ സൈഡിൽ കിടക്കാം. ഓക്കെ. സുമേഷിന്റെ ഭാര്യയെ കൊണ്ട് നമുക്ക് പൈസ ഇറക്കിക്കുകയാണെങ്കിൽ ഭാര്യക്ക് എൻ്റെ വലത്തെ സൈഡിൽ കിടക്കാം. അളിയാ, നീ നിന്റെ വണ്ടി വെക്ക്. എടാ, 2 ലക്ഷത്തിന്റെ വണ്ടി ആണെങ്കിൽ എന്താ, 30 ഏക്കർ വാഴത്തോട്ടം. എടാ, അതും തമിഴ്നാട്ടില്. എടാ, ഇതാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ട സമയം. എടാ, ആയുഷ്കാലം മൊത്തം നിനക്ക് 1500 രൂപ കിട്ടുമല്ലോ. എടാ, ചെറിയ വാക്ക് തർക്കമുള്ള ഒരു ഭൂമിയാന്നേ ഉള്ളൂ. എന്താ പ്രശ്നം? നിനക്കും തമിഴ് പുരിയില്ലേ, എനിക്കും തമിഴ് പുരിയില്ലേ? എടാ, നമുക്ക് പുതിയൊരു സ്കീം ഉണ്ട്. നമുക്ക് ഡൽഹിയിൽ പോവാം. എന്നിട്ട് വല്ല BMW, ബെൻസോ, ഇന്നോവയോ ഒക്കെ എടുക്കാം. എടാ, 2 ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിൽ എന്താ, നിനക്ക് 1500 വെച്ച് ഡെയിലി കിട്ടുമല്ലോ. എന്നിട്ട് കേരളത്തിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് വിൽക്കാം. എടാ, 30 × 365 × 1500 എത്രയാ? നമ്മൾ ആകെ പറയേണ്ടത് ഡോക്ടർ യൂസ്ഡ് വണ്ടിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ 10 രൂപന്റെ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിക്കാം. എടാ, എത്രയാ? ബാക്കിയുള്ള പൈസ മൊത്തം പ്രോഫിറ്റ്. 1,64,00,000 പൈസക്കാരായി ജീവിച്ചൂടെ? എടാ, ഹലോ. എടാ, ജാർ ആപ്പിലോ? എടാ, എന്തിനാടാ ഡെയിലി ഒക്കെ ജാർ ആപ്പിൽ കൊണ്ടുപോയി പൈസ ഇടുന്നേ? ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടോ? എടാ, അതൊക്കെ സേഫ് ഓപ്ഷൻ അല്ലേ? 25-ാം വയസ്സിലല്ലെങ്കിൽ നീ പിന്നെ എപ്പോഴാ റിസ്ക് എടുക്കാൻ പോകുന്നേ? നീ കാശിറക്ക് ബ്രോ.